അതിൽ പോലീസ് എഴുതിയിരിക്കും. ആ വണ്ടി വരുമ്പോ നീയും ഭാര്യ എല്ലാം കൂടെ അങ്ങോട്ട് വന്നേച്ചാൽ മതി. ഞാൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ നിനക്ക് എന്തൊക്കെ എഴുതി തരണം ഞാൻ നിനക്ക് എഴുതി തരും. നീ ഒന്ന് വന്നേച്ചാൽ മതി കേട്ടോ. ഞാൻ വേറെ തെറ്റായിട്ട് ചോദിച്ചത്. നിന്റെ തെറ്റും ശരിയും നീ ഇങ്ങോട്ട് എടുക്കണ്ട. നീ എന്റെ മോളെ ഇപ്പൊ വിളിച്ചിട്ട് നീ അനാവശ്യം പറഞ്ഞില്ലേ? നീ എന്തോ വിരട്ടി നോക്കണ? ഞാൻ ഒരു അനാവശ്യം പറഞ്ഞില്ല. അല്ലല്ല, പിന്നെ നീ എന്താ പറഞ്ഞത്? ഒരു സെക്കൻഡ് നിന്നോട് നീ റെക്കോർഡ് ചെയ്തോ? മൊത്തം റെക്കോർഡ് ചെയ്യും. അതിനെനിക്ക് പുല്ലാണ്. നീ എന്താ ഇപ്പൊ വിളിച്ചു പറഞ്ഞ? നിനക്ക് പേപ്പർ എഴുതണ ഏത് ചാനലാണ് വന്നത്? നിന്നെ പറ്റി നിന്റെ ഭാര്യയെ പറ്റി ഏത് ചാനലാണ് വന്നത്? ഞാൻ മറ്റേ നമ്മളെ ന്യൂസ് ചെയ്തോണ്ടല്ലോ, അതിൽ നോക്കിയാൽ ദിയ ചേച്ചി ഇങ്ങനെ ഇതായിട്ട് പറഞ്ഞ് ഒരു ഇതായിട്ടുണ്ട്. ഏതിലാണ്? ഏത് ചാനലാണ് വന്നേ? ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേറെ കാര്യം, ഇന്ന് ആരുടെയാണ് മറ്റേ എന്താ വെഡിങ് ആനിവേഴ്സറി? ആരുടെ ആയിരുന്നു? വെഡിങ് ആനിവേഴ്സറി ഇല്ലായിരുന്നു. എന്താ ആരുടെയാണ് ഇന്ന്? ആരാണ് അവിടെ? ഇതേ എന്ത് ചെയ്യേണ്ടത്? നീ ഇന്നലെ എത്ര രൂപ തന്നത്? ഇന്നലെ 8,72,000 ആണല്ലോ. ഇന്ന് കണക്കെടുത്ത് ഞങ്ങള് 1 കോടി രൂപ ഒരുമിച്ച് ഇവിടുന്ന് പോയിട്ടുള്ള ക്യാഷും ഇവിടുന്ന് സാധനങ്ങള് എത്ര സാധനം പോയിട്ടുണ്ടെന്ന് കണക്കെടുത്ത് ഞങ്ങളിന്ന്. നിങ്ങള് വേറെ കച്ചവടം നടത്തുന്നത് ഇവിടുത്തെ സാധനം കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ഗസ്റ്റുകളുടെ കൂടെ നമ്പർ എടുത്ത് അവർക്ക് നിങ്ങൾ കച്ചവടം ചെയ്യുന്നല്ലേ? ഇത് വന്നിട്ട് നമ്മൾ അവിടെ വക്കീലിൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ നമ്മൾ ക്യാഷ് തന്നതിന് എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടോ എന്ന് അവരെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തതാണ് അവരെ. പക്ഷെ നമ്മൾ എന്തെങ്കിലും തന്നതായിട്ട് നമുക്കൊരു റെസിപ്റ്റ് തരാമോ? ആ സമയത്താണ് അയാൾ ഇത് പറയുന്നത് നമ്മുടെ അടുത്ത്. പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന ഇയാളാണ് നമ്മുടെ അടുത്ത് പോലീസാണെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിപ്പിക്കുന്നത്. ഇയാളുടെ പേര് സന്തോഷ് എന്നാണ്. ഇയാളുടെ വീഡിയോ ഉണ്ട്, ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഞങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് 3 ചെക്കുകളായിട്ട് തരണമെന്ന് പറഞ്ഞ് ഇയാളെ എഴുതിപ്പിക്കുന്നതിൻ്റെ വീഡിയോ. അല്ല, ഈ 8,82,000 പോരാതെ 15 ലക്ഷത്തിൻ്റെ 3 ചെക്കുകൾ. ഞാൻ വേണമെങ്കിൽ ഇയാളുടെ വീഡിയോ റെക്കോർഡ് തരാം. ആ സന്തോഷമാണ്, അയാൾ പോലീസാണെന്നാണ് പറഞ്ഞത് നമ്മുടെ കയ്യിൽ. പിന്നീട് കൃഷ്ണകുമാർ സാറ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു.